ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെ വ്ളോഗാണ്, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കല്യാണത്തിനിടാൻ. അപ്പോൾ ഞങ്ങൾ എടുത്തില്ലായിരുന്നു, ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇച്ചിരി വൈകിപ്പോയി എടുക്കാൻ, കാരണം അത്തച്ചിക്ക് തിരക്കായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സന്ധ്യയായിട്ടോ. അപ്പം ഞങ്ങൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ടോ. കയറി ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് കളക്ഷൻസും പുതിയ പുതിയ കളക്ഷൻസൊക്കെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ടോപ്സും അതുമാത്രമല്ല ജീൻസും പേരൻസിന് പറ്റിയ കോട്ടൺ ചുരിദാറും കല്യാണത്തിനിടാൻ പറ്റിയ നല്ല ചുരിദാറും ഇതൊക്കെ വന്നിട്ടുണ്ട്. നല്ല കളക്ഷനുള്ള കടയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കട. എൻ്റെ ഉമ്മച്ചിക്ക് 3 ജോഡി ചുരിദാർ എടുത്തു. ചുരിദാറൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ കൃത്യസമയത്ത് മഴ പെയ്തു കേട്ടോ. അപ്പം ഞങ്ങളവിടെ വർത്താനം പറഞ്ഞിട്ട് മഴ മാറുന്നവരെ അവിടെ വെറുതെ ഇരുന്നു. അങ്ങനെ ഞാനും കൂടി ഇരുന്ന് എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി ചുരിദാർ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഉമ്മച്ചിക്ക് 3 ജോഡി ചുരിദാർ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ പാക്ക് ചെയ്തു. അവിടെ ഇരുന്നപ്പോൾ മഴ പെയ്തു. അങ്ങനെ ചുമ്മാ അങ്ങനെ ഇരുന്നു, വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ വെറുതെ ഇരുന്നു. അങ്ങനെ സമയം പോയത് പോലും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് വന്നു. ഉമ്മച്ചിയുടെ പുതിയ ചുരിദാർ തയ്ക്കാൻ കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. റിസപ്ഷന് ഇടാൻ ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ ഞങ്ങൾ അങ്ങനെ വന്നു. അപ്പോൾ അളവെടുത്ത് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് അളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പരാഗ് ഫാഷനിലേക്ക് പോവാണ്. അങ്ങനെ പരാഗിലെത്തി. അങ്ങനെ എനിക്ക് ഷോള് വാങ്ങിക്കാൻ വന്നു. ഷോള് വാങ്ങിച്ചു. പിന്നീട് ഷറാറ വാങ്ങിക്കാൻ വന്നു. ഷറാറയ്ക്ക് തുണി വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ തുണി കിട്ടി, ഇനിയിപ്പോൾ തയ്ക്കാൻ കൊണ്ട് കൊടുക്കണം. വാങ്ങിച്ചു. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡ്രസ്സ്. ഞങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഷോള് കണ്ടേ. പാകിസ്ഥാനിൽ നിന്നാണ് ആ ഷോളിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ തറവാട്ടിൽ പോയി. തറവാട്ടിൽ അടുത്ത് ഒരു തയ്യക്കടയുണ്ട്. അപ്പോൾ ഒരു ഇത്താടെ കടയാണ്. അപ്പോൾ അവിടെ ഒരു തുണി തയ്ക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉമ്മച്ചിയുടെ ചുരിദാറും. അപ്പോൾ അതും വാങ്ങിച്ച്. അപ്പോൾ അവിടെ കുറച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു, വാടി അളവെടുക്കാൻ വാ എന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ അളവെടുക്കാനും പോയി. അളവെടുത്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പരാഗിലേക്ക് വന്നത് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ 2ാമത്തെ തവണയാണ് പരാഗിൽ വന്നത്. ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, ആ താഴെ കാണുന്ന ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. അതുവരത്തേക്ക് ബൈ.